പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ആ ഒരു സുപ്രധാന വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. എൻഗേജ്മെന്റ് ദിവസം ആചതി നടക്കുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് പോലീസ് കടന്നു വരുന്നത്. ഇതോടെ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു. സൂരജ്, ഞങ്ങളുടെ കൂടെ വരണം. എന്തിനാണ് സാർ? എന്താ കാര്യം? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ഞാൻ എന്തിനു സ്റ്റേഷനിൽ വരുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ? ആര് പറഞ്ഞ്? നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ദ്രജിയുടെ സഹോദരിയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി ലഭിച്ചതിനെ തുടർന്നാണ്. എന്ത്? ബിന്ദുജിയെ കൊന്നത് ഞാനല്ല? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അന്വേഷണം മുന്നിലേക്ക് പോകട്ടെ. അതിനുശേഷം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. സഹകരിച്ചാൽ ഇരു കൂട്ടർക്കും നല്ലതായിരിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് മറ്റു വഴികളില്ല എന്ന് സൂരജ് തിരിച്ചറിയുകയാണ്. സൂരജിനെ വലിച്ചിറക്കിക്കൊണ്ട് അവിടെ നിന്ന് പോലീസ് പോവുകയും ചെയ്യുന്നു. ഇതോടെ മീനു ഓടിയെത്തുന്നുവെങ്കിലും സൂരജിനെ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതറിയുന്ന ഇന്ദ്രജാകട്ടെ, എങ്ങനെയുണ്ട് ഈ കളി? മീനു സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചു കാണില്ല. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ വിവാഹം സൂരജുമായി ഒരിക്കലും നടക്കില്ല. ഈ ഇന്ദുജ അതിന് അനുവദിക്കുകയില്ല. സൂരജ് ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് എന്നെയായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. മനസ്സിലായോ? ശരി. ഇനി എന്താ പ്ലാൻ? ഇനിയൊക്കെ കളികളുണ്ടല്ലോ. അവൻ ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതിന് മറ്റൊരു കണ്ടീഷൻ ഞാൻ വെക്കും. എന്നെ അവൻ വിവാഹം കഴിക്കണമെന്ന്. മറ്റു വഴികളൊന്നുമില്ലാതെ അവൻ അതിന് തയ്യാറാവുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഗെയിം. പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇതേ തുടർന്ന് ഇതെല്ലാം അറിയുന്ന ചിന്താമണിയും കൂട്ടരും വളരെയധികം സന്തോഷിക്കുകയാണ്. ഇനി ദൈവമുണ്ട്. മനസ്സിലായോ? ഈ എൻഗേജ്മെന്റ് നടന്നിരുന്നെങ്കിൽ എന്നേക്കുമായി നമ്മുടെ പ്ലാൻ പൊളിഞ്ഞേനെ. പക്ഷേ കണ്ടോ, കൃത്യസമയത്ത് കാര്യങ്ങൾ നടന്ന് എൻഗേജ്മെന്റ് പൊളിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും സാധിക്കും. അതെ അമ്മേ, എനിക്കിപ്പോഴാ സന്തോഷമായത്. നീ പേടിക്കാതിരിയടി. കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ഈ വിവാഹം ഇനി അത് നടക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇതോടെ വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ ചിന്താമണി. പക്ഷേ ഇതിനിടയിൽ മുത്തശ്ശി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മീനുവിനെ കണ്ട്. എൻ്റെ കൊച്ചുമകനെ നീ രക്ഷിക്കണം. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നീ മുന്നിൽ നിന്ന് അവനെ രക്ഷിക്കണം. ഇത് അച്ചമ്മയുടെ റിക്വസ്റ്റ് ആണ്. ഇത് കേട്ടതിനെ തുടർന്ന് അച്ചമ്മ പേടിക്കാതിരിക്കെ, ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ കളിച്ചത് ഇന്ദുജ തന്നെയാണ്. ഇതേ തുടർന്നാണ് ഇന്ദുജയെ കാണുന്നതിനായി മീനു എത്തുന്നത്. നീ ചതിച്ചല്ലേടി? അതേടി, ഞാൻ തന്നെയാ ചതിച്ചത്. എൻ്റെ സഹോദരിയെ ചതിച്ചവനെ തിരികെ ചതിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു വഴി. സത്യം ഞാൻ തെളിയിക്കുമടി. സൂരജ് സാറിനെ പുറത്തേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ദുജ പോവുകയാണ്. ഇത് കണ്ട് മീനു ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.